ഡ്രൈവിംഗ് പഠിക്കുന്ന പലരിലും കണ്ടിട്ടുള്ള മറ്റൊരു ടെൻഡൻസിയാണ്, അവരുടെ ഉള്ളിലുള്ള ഭയം മൊത്തം അവർ കൊടുത്തിട്ടുണ്ടാവുക സ്റ്റിയറിങ്ങിലായിരിക്കും. മറ്റേ കാർ ഓടിക്കുമ്പോൾ കാറിൻ്റെ സ്റ്റിയറിങ്ങാണ് മുറുക്കി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുന്നതാവുന്ന സമയത്ത് സ്റ്റിയറിങ് ഒരുപാട് നേരം മുറുക്കി പിടിച്ച ഷോൾഡർ പെയിനും കയ്യും എല്ലാം ജോയിൻറ്റ്സ് എല്ലാം വേദന തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റിയറിങ് പറഞ്ഞാൽ അത് ഏറ്റവും സിമ്പിളായിട്ട് പിടിച്ച് ശീലിക്കുക, അതിൽ ബലമൊന്നും കൊടുക്കരുത്. കാരണം നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവനെ ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ ബലം പോകുന്നതാണ്. വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതാ 2 വിരൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൂ ഈ സ്റ്റിയറിങ്. അതിൽ ഒരുപാട് ബലം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റിയറിങ്ങിൽ കൈ വെക്കുന്ന രീതി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന റൂൾ പ്രകാരം പറയുന്നത് 10:10 ടൈം ഉണ്ടല്ലോ ക്ലോക്കിൽ. 10:10 ആകുമ്പോൾ ക്ലോക്കിൻ്റെ സൂചി എങ്ങനെയാണ് നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് 2 കൈയും സ്റ്റിയറിങ്ങിൽ വെക്കുകയാണെങ്കിലും അതിനോടെ പിടിക്കേണ്ട രീതി. അതിനൊരു കാരണം എന്ന് പറയുമ്പോൾ വണ്ടി തന്നെ കാണിച്ചാൽ അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ കണ്ടല്ലേ ഒരു എക്സ്ട്രാ ഒരു പിടിക്കാൻ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അപ്പോൾ അത് കമ്പനി തന്നെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിൽ നിന്ന് റിലാക്സ് ആയിട്ട് നിൽക്കാൻ സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവരും മാക്സിമം വളരെ ഈസിയായി വളരെ സ്നേഹത്തോടെ സ്റ്റിയറിംഗ് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക.